ചവറ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണം നടത്തി. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ആദരവ് നൽകി. ചവറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. ചവറ ഭരണിക്കാവ് വികാസ് കലാ സാംസ്കാരിക സമിതി ഹാളിലായിരുന്നു കർഷക ദിനാചരണം. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്ന ഈ ആദരിക്കൽ സംരംഭം ആദരിക്കൽ ചടങ്ങ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായും കാർഷിക സമ്പദ്ഘടനയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പാർലമെന്റിൽ 1996 പാർലമെന്റിൽ എത്തുമ്പോൾ അന്ന് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദന പ്രക്രിയയിൽ ഏതാണ്ട് 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർഷിക മേഖലയിൽ നിന്നായിരുന്നു. 30 വർഷം കഴിയുമ്പോൾ ഇന്ന് കൃത്യമായ കണക്ക് എനിക്ക് അറിയില്ലെങ്കിൽ പോലും എൻ്റെ ഒരു പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു, 12-13% ഇന്ത്യൻ GDP മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ 15% താഴെയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാർഷിക വൃത്തിയിൽ നിന്ന് ജനങ്ങൾ പിൻവാങ്ങുന്നു. അത് കർഷകരുടെ കുഴപ്പം കൊണ്ടല്ല, കാർഷികോത്പാദനത്തിന് വേണ്ടി വരുന്ന ചെലവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയും തമ്മിലുള്ള വലിയ അന്തരമുണ്ടാകുമ്പോൾ കടക്കണിയിൽപ്പെട്ട് കർഷകൻ കാർഷിക വൃത്തിയിൽ നിന്ന് പിൻവാങ്ങുന്ന അവസ്ഥയിലേക്ക് വരും. അതൊരു ഗുരുതരമായ വെല്ലുവിളിയിൽ, കാരണം ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയിട്ടുള്ള നമ്മുടെ രാജ്യത്തൊരു വലിയ വെല്ലുവിളിയായി ഭാവിയിൽ ഭാരതത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V അംബികാദേവി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഷിജിന N സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം I ജയലക്ഷ്മി മികച്ച കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ് മികച്ച കർഷക തൊഴിലാളിയെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ R ജിജി, V ജയചന്ദ്രൻ, RS സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ B ശശികുമാർ, S ബുഷ്ര, ഐറിൻ J, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പക്ഷെ നമുക്കിടയിൽ ഒട്ടേറെ പേർ വലിയ ദുരിതത്തിൽ അനുഭവിച്ച് കിടക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മെറിറ്റ് അവാർഡിന് തേവലക്കര പഞ്ചായത്ത് പങ്കെടുക്കുമ്പോൾ ആ പഞ്ചായത്തിന്റെ മെറിറ്റ് അവാർഡിൽ ഒരു കുട്ടി വന്ന് +2 മാർക്ക് മേടിച്ച ഒരു കുട്ടി വന്ന് അവാർഡ് മേടിച്ചു. അത് ഭിന്നശേഷിക്കാരിയായ കുട്ടിയാണ്. +2 മാർക്ക് മേടിച്ച ആ കുട്ടി ഭിന്നശേഷിക്കാരിയായ കുട്ടി കൂടിയാണ്. ആ കുഞ്ഞ് വന്ന് അവാർഡ് മേടിക്കുന്നത് ഞാനുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാവരും നിൽക്കുമ്പോഴാണ്. അവാർഡ് മേടിച്ചിട്ട് ഈ കൊച്ചു വന്ന് ഞങ്ങളോട് എല്ലാവരും പറയാം, നിങ്ങളെല്ലാവരോടും എനിക്കൊരു വീട് വെച്ചു തരുമെന്ന് ചോദിച്ചു. ഞങ്ങൾ അപ്പം തന്നെ ഈ കുഞ്ഞിന് ഒരു മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പം തന്നെ ഈ കുഞ്ഞിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ഞാനൊരു വീട് വെച്ചു കൊടുക്കാൻ പൂർത്തീകരിച്ച ഒരാളാണ്. അപ്പോൾ ആ മനസ്സിലത് കിടക്കാൻ ടെൻഡൻസി കിടക്കുന്നുണ്ട്. പലപ്പോഴും സുശീല ചേച്ചിയൊക്കെ പറയാം, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്നൊക്കെ പറയാം. എന്റെ സ്വാഭാവികം പലരും പറയാറുണ്ട്, ദേവേന്ദ്രൻ എന്നൊക്കെ പറയാറ്. പക്ഷെ ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ ചെന്നിട്ട് അത് കാണുമ്പോൾ ഇതുപോലെ ആ കുഞ്ഞ് കാണിച്ചിരുന്നാലും നല്ലോണം സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കുഞ്ഞ് പറയുന്നത്, എനിക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഒരു റൂമില്ല, ഒരു അടച്ചുറപ്പുള്ളൊരു ഭാഗമില്ല. അമ്മ വന്ന് ബെഡ്ഷീറ്റ് അല്ലെ ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ വന്ന് ബെഡ്ഷീറ്റൊക്കെ പിടിച്ചു കൊടുക്കുന്നതിന് മറവിലിരുന്നാണ് ഈ കുഞ്ഞിന്റെ ഡ്രസ്സ് മാറുന്നത്. ബാത്റൂമിൽ കതവില്ല. 6 പേർ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. 6 പേര് താമസിക്കുന്ന ആ വീട്ടിൽ എല്ലാവർക്കും കിടക്കുന്ന എല്ലാ റൂമും ചോർന്നൊലിക്കുന്ന റൂം, ഒറ്റ ഒരെണ്ണത്തിന് നല്ല മേൽക്കൂരയില്ല. കൊച്ചു വീടാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.